പത്മേച്ചിയുടെ കുടുംബത്തോട് സഹകരിക്കണമെന്ന് നിന്റെ ഭർത്താവ് ആവശ്യപ്പെട്ടെന്ന് കേട്ടപ്പോഴേ ഞങ്ങൾ നിന്നെ സംശയിച്ചു തുടങ്ങിയതാ. എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ഗംഭീരമായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെ നീ നടത്തി അല്ലടി. ജയിലിൽ കിടക്കുന്ന കൊലപാതകയായ നിന്റെ ഭർത്താവിന് ഇതുകൊണ്ടായിരിക്കും നീ അല്ലടി സമാധാനം കൊടുക്കാൻ പോകുന്നത്. അല്ലടി? അതെ, ആ മനുഷ്യൻ എന്നോട് ആവശ്യപ്പെട്ടത് പത്മയുടെ കുടുംബത്തിൽ ഒരു മരണമോ മരണത്തിന് തുല്യമായി എന്തെങ്കിലും സംഭവിക്കണമെന്നാ. ഇപ്പൊ അത് നടന്നില്ലേ? വിഗ്രഹമോഷണ കുറ്റം ചുമത്തി മകളുടെ വിവാഹ നിശ്ചയം നടക്കുന്നിടത്തുനിന്ന് അച്ഛനെ പിടിച്ചോണ്ട് പോയില്ലേ? നാളെ അതിന്റെ വാർത്ത വരാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? പത്മയുടെ കുടുംബത്തിന്റെ സമ്പാദ്യം എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് നാളെ മീഡിയസ് ഉത്തരം പറയും. കള്ളന്മാരാണ്, കൊലപാതകളാണ് നിങ്ങൾ അന്ന് നാട്ടുകാരെ മുഴുവൻ മുദ്ര ഒത്തുമ്പോ ജയിലിൽ കിടക്കുന്ന എന്റെ സുദർശൻ ചിരിക്കും, കൂടെ ഞാനും ചിരിക്കും. പിന്നെ നാളെ നേരം വെളുക്കുമ്പോ കുറെ വക്കീലന്മാരുടെ പട കൊണ്ടുവന്ന് ഭർത്താവിനെ രക്ഷിച്ചു കളയാമെന്ന് എന്തെങ്കിലും മോഹമുണ്ടോ നിനക്ക്? നടക്കില്ല പത്മം. അതിനുള്ള കരുക്കള് കൂടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ ഗംഗ. ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും നിന്റെ കൈ എന്റെ നേരെ പൊങ്ങാൻ പാടില്ല. പകരം പൊങ്ങേണ്ട കൈ എന്റേതാ. എന്റെ ഭർത്താവ് അനുഭവിക്കുന്ന ജയിൽവാസത്തിന് വേണ്ടി ഇത് നിനക്കുള്ളതാ. എന്റെ അമ്മയുടെ ദേഹത്ത് തൊട്ട് പോരുത്. ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയ ഇത്രയും ആൾക്കാർ, ഇനിയും തീർന്നിട്ടില്ലാത്ത എന്റെ അനുജത്തിന്റെ വിവാഹ നിശ്ചയം, അത് നടത്തിയേ പറ്റൂന്നുള്ള എന്റെ അച്ഛന്റെ റിക്വസ്റ്റ്. അതൊന്നും ഇല്ലാതാക്കിയിട്ട് അച്ഛനെ പോലീസ് കൊണ്ടുപോയ ആ നിമിഷം തന്നെ നിന്റെ കഴുത്തിൽ എന്റെ വെട്ട് വീണേനെ. നീ എന്താടി എന്നെ എന്റെ കുടുംബത്തെ പറ്റി വിചാരിച്ചിരിക്കുന്നേ? നിന്നെ പോലുള്ള ഒരുത്തേക്ക് വന്നു കയറി ഇല്ലാതാക്കാനുള്ളതാണ് എന്റെ കുടുംബമെന്നോ? നോക്ക, ഇവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിട്ട് രക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ നിന്റെ നേർക്കൊന്ന് നിന്നാ മാത്രം മതി. ഒരൊറ്റയാണ് അവശേഷിക്കില്ല. പിന്നെ കാണോടി നിനക്ക്? കാണണം മോനെ. അത്രയ്ക്ക് ചങ്കോറ്റുള്ളവനാണ് നീ എങ്കില് ഒന്ന് കാണിക്കേ. കണ്ടോ, എല്ലാത്തിന്റെയും കലാശക്കൊട്ടിന് വേണ്ടി എത്രയോ നേരം മുമ്പേ ഞാൻ ഇവരെയൊക്കെ നിങ്ങളുടെ കൂട്ടത്തിന് കൂടെ നിർത്തിയിരുന്നതാ. ഗംഗ പ്ലാൻ ചെയ്തിറങ്ങിയതാടാ. തീർക്കാനുള്ള പ്ലാനുമായിട്ട്. നിന്റെ അച്ഛൻ കസ്റ്റഡിയിലിരിക്കുമ്പോ നിന്നെ ഇവര് തീർക്കും. അത് രണ്ടും കണ്ടും മരവിച്ച് നിൽക്കും നിന്റെ ഈ തള്ള. തല്ലി കൊല്ലണേ അവനെ.
ഇവിടെ എന്താ ചെയ്യണ്ടേ? കൊല്ലട്ടെ ഞാൻ. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോടി? എന്റെ കുടുംബത്തിന്റെ കാര്യത്തിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോന്ന്? തൽക്കാലം ഇവളെ വിട്ടേക്ക്, നമുക്ക് ഈ ചടങ്ങ് നടത്തണം. തൽക്കാലം അതാണ് നിന്റെ ആയുസിന്റെ അളവ്. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ച നിന്റെ കുടുംബത്തിൽ കയറി ഞാൻ വരും. തീർക്കും തന്നെ ഞാൻ. ഓടിവിടാം. ഈ ചടങ്ങൊന്നും തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട് നിന്നെ. സൂര്യ, വാ.